ഹലോ ഹായ് വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദാ നമ്മുടെ ഇവിടെ കാർവാറിൽ കരാവലി ഫെസ്റ്റിവൽ, കരാവലി ഉത്സവം വന്നിട്ടുണ്ട് കേട്ടോ. വർഷാവർഷം നടത്തുന്ന ഒരു വലിയ പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ കരാവലി ഉത്സവത്തിന് ഒരു വലിയൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. അപ്പം ഞാനിത് നമ്മുടെ നാട്ടിലും വേറെ പുറത്തും ഒന്നും ഞാൻ ഇങ്ങനെ ഒന്ന് കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ അറിവിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉത്സവങ്ങളിലൊക്കെ ഇതുപോലുള്ള ഫെസ്റ്റിവലിലൊക്കെ ഇതുപോലൊരു റൈഡ് കാണുന്നത്. സാധാരണ ബൈക്ക് റൈഡ്, കാർ റൈഡ് അങ്ങനെയൊക്കെയുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു റൈഡ് ഞാൻ ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, അവിടെ ഹെലികോപ്റ്റർ റൈഡിങ് ഉണ്ട് കേട്ടോ. 6 to 7 മിനിറ്റാണ്. 3900 രൂപയാണ് ഒരാൾക്ക്. രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെയാണ് കേട്ടോ നമ്മുടെ ഹെലികോപ്റ്റർ റൈഡ്. ഇതാ ഇതുപോലൊരു ചെറിയ സ്റ്റേഡിയം അല്ല, ചെറിയൊരു ഗ്രൗണ്ടിൽ ഇങ്ങനെ കമ്പിയൊക്കെ ഇങ്ങനെ തിരിച്ച് കെട്ടി അങ്ങനെ ഒരു ഇതൊക്കെ ആക്കിയിട്ടാണ് നമ്മുടെ ഇവിടെ ഹെലികോപ്റ്റർ റൈഡ് നടത്തുന്നത് കേട്ടോ. അപ്പം ഹെലികോപ്റ്റർ റൈഡ് നടത്തുന്നതിന് മുമ്പ് നമുക്കവിടെ മെഡിക്കൽ ചെക്കപ്പ് കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ ഹെലികോപ്റ്റർ റൈഡ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഹെലികോപ്റ്റർ കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിന് തൊട്ടടുത്ത് തന്നെ ആംബുലൻസും ഡോക്ടേഴ്സും മെഡിക്കൽ സേവനമെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ദാ കുറേ ആൾക്കാർ കാണാൻ വന്ന് നിൽപ്പുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറേ ആൾക്കാർ കയറാനും വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ദാ ഇപ്പം ഒരു റൈഡ് കഴിഞ്ഞ് വന്ന് ആൾക്കാരെയൊക്കെ ഇറക്കുന്നതും പിന്നെ പെട്ടെന്ന് തന്നെ പോകും കേട്ടോ. ആളെ ഇറക്കി അപ്പം തന്നെ അവർ നമ്മുടെ ആ ഹെലികോപ്റ്റർ പെട്ടെന്ന് തന്നെ പോവേ. അപ്പം ഇത്തവണത്തെ കരാവലിയുടെ എന്താണ് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ഒരു ഹെലികോപ്റ്റർ റൈഡാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു റൈഡിങ് ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ. നിങ്ങളൊക്കെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ആ ഒരു കടലിൻ്റെ ആ ഒരു ബീച്ചിൻ്റെ സൈഡിൽ കൂടെ അവർ ഒരു 5-6 മിനിറ്റ് റൗണ്ട് അടിച്ചിട്ട് തിരിച്ച് ആളെ ഇറക്കി അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഹെലികോപ്റ്റർ റൈഡ്. അങ്ങനെ ഇത്തവണത്തെ നമ്മുടെ കരാവലി ഉത്സവം വളരെ നല്ല ഗംഭീരമായിട്ട് ആയിരുന്നു കേട്ടോ. ഹെലികോപ്റ്റർ റൈഡൊക്കെയാണ് കൂടുതലായിട്ട് ആൾക്കാർ എൻജോയ് ചെയ്തത്. എനിക്ക് തോന്നുന്ന ആൾക്കാർ കൂടുതൽ കയറിയതിലും കൂടുതൽ അത് ഹെലികോപ്റ്റർ നേരിട്ട് കാണാനൊക്കെയാണ് കൂടുതൽ ആൾക്കാർ. അപ്പോൾ അങ്ങനെ നമ്മുടെ കരാവലി ഫെസ്റ്റിവലിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ. ഞാൻ എല്ലാ തവണയും കുറേ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, ഇത്തവണ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളത്. എപ്പോഴും ഒരു വീഡിയോ തന്നെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇത് എല്ലാവർക്കും ഒരു മടുപ്പൊക്കെ വരത്തില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ കുറച്ച് വീഡിയോ മാത്രം, നമ്മുടെ കരാവലി ഉത്സവത്തിൻ്റെ കുറച്ച് വീഡിയോ മാത്രം എടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കരാവലി ഫെസ്റ്റിവലൊക്കെ കൂടി നമ്മൾ എൻജോയ് ചെയ്തു കേട്ടോ. അപ്പം എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. അപ്പം നമുക്ക് നല്ലൊരു പുതിയൊരു വർഷം എല്ലാ കൂട്ടുകാർക്കും ആശംസിക്കുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന നല്ലൊരു പുതിയ വർഷം ഐശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്താട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ആദ്യമായിട്ടൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.